7 young men from Kerala trapped in a foreign land were seconds away from being killed. It was a desperate gamble, their only chance to make it out alive. They left Kerala for a promising job abroad. 2 weeks later, they were beaten, tortured, and left to die, completely cut off from the world. How did they land in this nightmare? It all began with a promise, a high-paying job, free accommodation, and a chance to work abroad. For these men, it sounded like the opportunity they had been waiting for. The promise came from people they trusted, cousins, friends, and colleagues, each one convincing them that this was the opportunity of a lifetime. ഞാൻ വർക്ക് ചെയ്തിരുന്നത് കോഴിക്കോട് അൽ ഹിന്ദിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോഴാണ് എൻ്റെ ബ്രദർ എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ബ്രദർ, ഒരു ഉമ്മയുടെ ഏട്ടത്തിയുടെ മകൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ മലേഷ്യയിൽ ആദ്യം ഓഫർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മലേഷ്യക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്ത് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു മലേഷ്യ പിന്നെ മാറ്റിയിട്ട് ബാങ്കോക്ക് പട്ടായ ബോർഡറിലാണ് നിങ്ങളുടെ വർക്ക് വരുന്നത്, ഇൻഫിനിറ്റി ഇൻ്റർനാഷണൽ സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുന്നത്. അവിടെയാണ് കമ്പനി, അങ്ങനെയാണ് പറഞ്ഞിട്ട് പോകുന്നത്. It was the best package. I think 1 lakh above salary and food and accommodation. With dreams of a better future, they left their families behind, not knowing they were walking into a deadly trap they'd soon regret. Their excitement faded as their journey took unexpected turns. ബാംഗ്ലൂർ ടു ബാങ്കോക്കിലാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം എന്ന് വെച്ചാൽ ഞങ്ങൾ പോയതിൻ്റെ 2ാമത്തെ ദിവസമാണ് എറണാകുളത്തുള്ള റോഷൻ എന്ന് പറഞ്ഞ ഒരു പയ്യനും കൂടി ഞങ്ങളിൽ ആഡ് ആവുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ എത്തിയതിന് ശേഷം ബ്രദറും അതേപോലെ അനുരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറെ സുഹൃത്തും കൂടി പറഞ്ഞു, പട്ടായ ബോർഡറിലാണ് നിങ്ങൾ വരുന്നത്, അത് മീൻസ് കംബോഡിയ പൊയ്പറ്റ് പട്ടായ ബോർഡർ, അങ്ങനെ ആ സ്ഥലത്തേക്കാണ് നിങ്ങൾ വരേണ്ടത്. അങ്ങനെ ഞങ്ങൾ 2ാമത്തെ ദിവസം ബാങ്കോക്കിൽ നിന്ന് സിയാം റാപ്പ് എന്ന് പറഞ്ഞ എയർപോർട്ടിലേക്ക് പോയി. അവിടുന്ന് ബൈ റോഡ് 3 hours ഞങ്ങൾക്ക് യാത്ര ചെയ്യാണ്ട് ഈ പൊയ്പറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടുന്ന് ഒരു 3 hours യാത്ര ഞങ്ങൾ ചെയ്ത് ഏകദേശം കംബോഡിയ പൊയ്പറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തി. What seemed like a fresh start quickly turned into a nightmare. They weren't employees. They were prisoners in a trap they could have never imagined. ഞങ്ങൾ ഫസ്റ്റ് ദിവസം അവിടെ ജോയിൻ ചെയ്ത് നമ്മൾ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ 4 ആൾക്കാർ ഓഫീസിൽ പോയിട്ട് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ വർക്ക് വരുന്നത് ഫസ്റ്റ് ലൈനിലാണ് വരുന്നത്. ഫസ്റ്റ് ലൈനിൽ കയറിയപ്പോൾ തന്നെ ഒരുപാട് ടാബ് വെച്ചിട്ട് കുറേ ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് ലൈനിൽ പോലീസിന് യൂണിഫോം ഇട്ടുള്ള കുറച്ച് ടീംസ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ആദ്യം കാണുന്നുള്ളൂ കയറിയ പാടെ തന്നെ. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ ബോസിനെ കണ്ടപ്പോൾ ബോസിന്റെ ഒരു ലേഡി ഉണ്ട്, ട്രാൻസ്ലേറ്റ് ലേഡി. അപ്പോൾ ആ ട്രാൻസ്ലേറ്റ് ലേഡി ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ഫസ്റ്റത്തെ ഡേ ആണ്, അപ്പോൾ നിങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കുക. അതേപോലെ ഒരു സ്ക്രിപ്റ്റിന്റെ പേജ് തരും, 3 സ്ക്രിപ്റ്റിന്റെ പേജ് തരും. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇന്ന് വേറെ പ്രത്യേകിച്ച് വർക്കൊന്നും നിങ്ങൾ ചെയ്യാനില്ല. പിന്നെ അവിടെയുള്ള സീനിയർ സ്റ്റാഫ്, നിങ്ങൾ ഇന്ത്യൻ ടീംസ് സീനിയർ സ്റ്റാഫ് ഉണ്ട്, അവര് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, എന്താ ചെയ്യേണ്ടി, എവിടെ എന്തൊക്കെ ചെയ്യേണ്ടി. At first, everything seemed organized. Desks lined up, computers running, and scripts handed out for training. But something felt off. The job was not about sales or advertising. It was about memorizing scripts and practicing calls over and over. Slowly, the pieces began to fall into place. SBI credit cards, a police officer threatening legal action, and accounts to transfer money. It wasn't a job, it was a scam. And they were trapped in the middle of it. 2 ദിവസം ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തു. 2 ദിവസം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ വായിക്കുന്നുണ്ടായിരുന്നത്. ആ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ വായിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതൊരു വലിയ രീതിയിലുള്ള സ്കാമാണെന്നും ഇന്ത്യ എന്ന രാജ്യത്തിനെ തന്നെ നല്ല രീതിയിൽ
സ്കാം ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ പെട്ടിട്ടുള്ളത്. The first step was to call victims posing as customer care executives from banks. They would claim the victim owed money on a credit card. If the victim denied having a credit card, they'd be convinced that someone had misused their identity to take one in their name. That is when the second team stepped in, pretending to be police officers that escalate the pressure by reading out personal details like Aadhaar numbers. സെക്കൻഡ് ലൈനിലുള്ള ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും ഇന്ത്യൻ പ്ലാറ്റ്ഫോമിന്റെ സെയിം ഒരു ഡിസൈനുള്ള ചെയ്തിട്ടുള്ള ഒരു റൂം ആയിരിക്കും ഉണ്ടാവുക. ഗാന്ധിജിയുടെ ഫോട്ടോ, പോലീസ് പറഞ്ഞാൽ കറക്റ്റ് മുംബൈ ഡൽഹി പോലീസ് യൂണിഫോം കറക്റ്റ് പക്ക സെയിം ഡിസൈൻ. അതേപോലെ അവരുടെ കയ്യിൽ ഗണ്ണുണ്ടാവും. ഏകദേശം ഒരു 15-16ഓളം പോലീസ് അവിടെ ഉണ്ടാവും. എന്നിട്ട് ഡയറക്റ്റ് AI ക്യാമറ വെച്ച് യൂണിഫോമും ഫേസും മാത്രം ഒന്ന് ഡിഫറെന്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് AI ക്യാമറ വെച്ചിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യും. Finally, the victim was told money was at risk and needed to be transferred to a RBI account for safety. But the money went straight into scammers' pockets. And guess what? They weren't just impersonating any officer. They were impersonating a real cop. The scammers had stolen the identity of Assistant Police Inspector Hemraj Kohli from Maharashtra. I spoke to Kohli and he told me the scammers got his name and photo right, but his rank and badge details were wrong. He found that his name was being used only when it appeared in news. The scammers pulled his photo from an old news article and used it to establish credibility. Victims Google his name, saw a genuine officer, making the scam almost impossible to question. Right now, I think Hemraj Kohli is Sub-Inspector of Police in New Delhi. They are using same name and same ID card. Everything is same. So that the customer thinks this is the real policeman calling. For the 7 men, it turned into a moral dilemma. They refused to scam innocent people. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മളോട് കൊണ്ടുവന്ന സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഒരാളുടെ ബന്ധുവും കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചു. ഞങ്ങൾ ഈ ഒരു ജോലി പറഞ്ഞിട്ടല്ല അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും വൃത്തികെട്ട ജോലി തന്നെ പറയണം. വൃത്തികെട്ട ജോലി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു. The first day itself, I just called my friend and I asked him, "This is a pakka scamming world. I can't work here." Then he used to say, "Other companies are also available. Then you can work there. Please wait for 1 or 2 days. I will just take you from there." അപ്പോൾ പറഞ്ഞ സമയത്താണ് അവർ പറഞ്ഞത്, നിങ്ങൾ 1-2 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു 1 വീക്ക് എന്ത് ചെയ്യും, അവിടെ ഹോൾ ഡേ വേറൊരു ജോലി ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കാണ്ടത്. ശരിക്കും അവരത് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ആ ജോലിയിലോട്ട് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈയിങ്ങിലായിരുന്നു അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കുറേ പ്രാവശ്യം എന്ത് ചെയ്തു, അവർ കൺവിൻസ് ചെയ്ത് നോക്കി. അപ്പോൾ ഈ ഒരു ജോലി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ വിത്തിൻ ഡേയ്സ് എന്ത് ചെയ്യാൻ പറ്റൂ, ഞങ്ങളെ ഇറക്കി തരാമെന്ന് കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങളെ ഇറക്കി തരാമെന്ന് പറഞ്ഞു. After that, the next day he used to say that you have already got the approval from the company. You can just go back from there. But the refusal came at a cost. ആദ്യത്തെ ദിവസം ഞങ്ങൾ ഓപ്പണായിട്ട് ആ കമ്പനിയിലെ ആളോട് പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ജോലി പറഞ്ഞിട്ടില്ല ഞങ്ങളോട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് നല്ല രീതിയിൽ ഞങ്ങൾ അയാളോട് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ ഒരു റൂമിൽ രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരേ അവിടെ ഒരു ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇരുന്നാൽ തന്നെ അവിടെ നിന്ന് അടി കിട്ടുന്ന സിറ്റുവേഷൻ ആയിരുന്നു. The day the boss is telling that per head $2,800 were received by your friends and agent. So total 7 people is that much money you need to repay here, then only you can go back. 10-15 മിനിറ്റിന് ശേഷം എല്ലാവരും കൂടി ഓടി വന്നിട്ട് നിങ്ങളുള്ള കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസ് മൊത്തം തരാമോ. അവർക്കുള്ള ഒരു ചെറിയൊരു പേടി എന്ന് പറഞ്ഞാൽ പറയുന്നത് വെച്ചാൽ അവർ ഞങ്ങളിപ്പോൾ എംബസിയിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കും, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറയും, ഇങ്ങനെ ഇവിടെ ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മുഴുവൻ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ അവർ ഈ ഫസ്റ്റ് ദിവസമായിട്ട് ഓരോ മണിക്കൂർ വെച്ചിട്ട് സെക്യൂരിറ്റീസിനൊക്കെ ഡോർ മുട്ടും
ഞങ്ങളെന്നോ ചെക്ക് ചെയ്യും, വീണ്ടും പോകും, 1 മണിക്കൂർ എന്തോ വീണ്ടും വരും. അങ്ങനെ ആ ഒരു ദിവസം മൊത്തം ഞങ്ങളുടെ ടോക്സ് ചെയ്യും. Locked in a room for days without food and sleep, their only hope lay in a phone hidden inside a shoe. 7 mobile phones are with them only. Actually, Arun has 2 mobile, and there's Abhinand CP also having 2 mobiles. This Arun's mobile we just kept into shoes. That why we can just contact our family. Otherwise, our family will be get nervous. ഞാൻ ചിന്തിച്ച് കുറച്ചുകൂടെ, അപ്പോൾ എന്തെങ്കിലും ഇത് വലിയ രീതി പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്നല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫോണിൻ്റെ ഇതിൻ്റെ ഷൂസിൻ്റെ ഉള്ളിൽ അതിനുള്ള സ്റ്റിക്കർ പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കി വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. But real risk came when they finally decided to send their location, hoping someone would help. If the bosses found out, it would mean severe consequences, cutting off their only hope of survival. After 11 days of torture, they were told they'd be moved to another location. But it wasn't merely a relocation, it was their final move. വണ്ടിയിൽ കയറി പിന്നെ മൂപ്പരോട് കുറച്ചുകൂടെ ഓപ്പൺ ആവാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയ സമയത്ത് ഞങ്ങൾ മൂപ്പരോട് ചോദിച്ചു, ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് വണ്ടി നിർത്തി തരാൻ പറ്റുമോ? അങ്ങനെ മൂപ്പര് നിർത്തി തന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ കമ്പനിയിലെ ആൾക്കാർ അവിടെ നടന്ന പ്രശ്നങ്ങളും കാര്യമൊന്നും മൂപ്പരോട് പറഞ്ഞിട്ടില്ല. കുറച്ച് അങ്ങോട്ട് എത്തിയ സമയത്ത് ഞങ്ങൾ മൂപ്പരോട് ചോദിച്ചു എവിടത്തേക്ക് പോകുന്നതെന്ന്. അങ്ങനെ മൂപ്പര് ലൊക്കേഷൻ കാണിച്ചു തന്നെ. ലൊക്കേഷൻ വെച്ചാൽ മൂപ്പര് കമ്പനീൻ്റെ ഫോട്ടോ കാണിച്ച സമയത്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കമ്പനിയാണ്. പക്ഷേ ഈ ലൊക്കേഷൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ GPS സാറ്റലൈറ്റിൻ്റെ ഇത് വെച്ച് നോക്കൂല, ചെറിയൊരു ഇതാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ ഒന്നുകൂടെ പാനിക്കുക. അങ്ങനെ മൂപ്പരോട് വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ നിർത്തി ഞങ്ങളിങ്ങനെ പറഞ്ഞ് തിരിച്ചു പോകണം, മെയിൻ റോഡിലേക്ക് പോയിട്ട് എന്താ ഫുഡ് വെള്ളമൊക്കെ വെച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ മെയിൻ റോഡ് എത്തലും ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ ഓടി, റോട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഒരു 4 പേര് പതിയെ, രണ്ടുപേരും ഇങ്ങോട്ടേക്കും 2 പേര് അങ്ങോട്ടേക്കും. വണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഞങ്ങൾ വണ്ടീൻ്റെ ഒപ്പോസിറ്റ് അങ്ങോട്ടേക്ക് ഓടി. അങ്ങനെ എന്നിട്ട് വേറൊരു വണ്ടി, ഓട്ടോറിക്ഷ പോലത്തെ ഒരു വേറെ ടൈപ്പ് വണ്ടിയുണ്ട്, തമിഴ്നാട്ടിൽ കാണുന്നൊരു വണ്ടിയില്ല, ആ വണ്ടിയിൽ കയറി. ആ സമയത്ത് മൂപ്പര് ഞങ്ങളെ വന്നിട്ട് ബ്ലോക്ക് ഇട്ട് മൂപ്പര് ഞങ്ങളോട് പറഞ്ഞു, മൂപ്പർക്ക് അവിടുന്ന് ഈ ഞങ്ങൾ ആ ഈ കമ്പനിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ പൈസ കിട്ടുള്ളൂ. ഞങ്ങളോട് പറഞ്ഞ് ഇത്ര പൈസ എനിക്ക് നഷ്ടമായിരിക്കും, ആ പൈസ കിട്ടണം എന്ന് പറഞ്ഞു. ഞങ്ങളോട് ആദ്യം ചോദിച്ചിന് താല്പര്യത്തോടു കൂടിയാണോ പോകുന്നതെന്ന്. അങ്ങനെ അവിടെ മൂപ്പരോട് പറഞ്ഞ് കാര്യമൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കി. പിന്നെ ലേശം ചെറുതായിട്ടൊരു ഭീഷണിൻ്റെ സ്വരം ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ മൂപ്പര് ഞങ്ങൾ പറഞ്ഞ് എംബസിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് കൊണ്ടുവിടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല. അങ്ങനെ മൂപ്പരുടെ കയ്യിലുള്ള 2 ഫോൺ ഞങ്ങൾക്ക് തന്നു. മൂപ്പര് ഉപയോഗിക്കുന്ന 2 ഫോണും തന്നു. അത് ഞങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത്. ആ ടൈമിലേക്ക് ഞങ്ങൾക്ക് ഫോൺ കിട്ടിയല്ലോ. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് ഞങ്ങളെ ഫോണിൽ ലൊക്കേഷൻ ഇട്ടിട്ടാണ് എംബസിയിലേക്ക് എത്തുന്നത്. Against all odds, they reached the Indian embassy. They had escaped. Their escape shines a spotlight on Cambodia's dark underbelly, a country plagued by human trafficking and exploitation, fueled by weak governance and complicity of criminal networks. Cambodia's ties to China through the Belt and Road Initiative has given rise to a dangerous blend of financial dependence and criminal activity. During the COVID pandemic, abandoned casinos left empty due to the shutdown were repurposed into scam centers, becoming a breeding ground for trafficking and digital fraud. These scams thrive because of the lack of international cooperation and weak recruitment laws in countries like India. Fraudulent agents operate unchecked, exploiting the most vulnerable people. I hope my story helped you to understand how this scam works and how even educated people getting trapped. This kind of journalism isn't dead in India. We are here to keep it going, but we need your support. Become a subscriber, enable reporters like me to travel and report.